ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വെറുതെ ഇരുന്ന് സമയം കളയേണ്ട, വീട്ടിൽ തന്നെ ഇരുന്ന് വരുമാനം നേടാനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പാലപ്പം കൂടിയാണ്. വെറുതെ ഇരുന്നതിന് സമയമൊന്നും കളയേണ്ട, നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ ഒരു വരുമാനമായിട്ട് നേടാനായിട്ട് കഴിയും. നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായി കഴുകി കുതിർത്ത് വെച്ച് ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതിൽ കൂടുതൽ റെഡിയാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അളവിന് അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ പച്ചരിയുടെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വീട്ടിലേക്ക് ചുട്ടെടുക്കുന്നതാണ് കേട്ടോ. സാധാരണ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടുതൽ റെഡിയാക്കാറുണ്ട്. ഇനി 1 കപ്പ് തേങ്ങയാണ്, 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അതേ രീതിയിൽ തന്നെ 1 കപ്പ് ചോറ്, നമ്മൾ 4 കപ്പ് പച്ചരി ആണെങ്കിൽ 2 കപ്പ് ചേർത്ത് കൊടുക്കുക, ആ ഒരു രീതി ചെയ്താൽ മതി. ഇനി 1 കപ്പ് തേങ്ങാ വെള്ളമാണ് കേട്ടോ. തേങ്ങാ വെള്ളം തലേന്ന് എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഒരു തരി പോലും ഇല്ലാണ്ട് നല്ല പേസ്റ്റി രൂപത്തിൽ വേണം നമുക്കിതൊന്ന് അരച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ ഇത് അരക്കുന്ന ടൈമിലേക്ക് വെള്ളത്തിൻ്റെ അളവ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അധികം ലൂസായിട്ട് അരച്ചെടുക്കാതെ നോക്കുക. അപ്പോൾ ഞാനിതിൻ്റെ പകുതി മാത്രമാണ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുക്കുന്നത് കേട്ടോ. മുഴുവനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മിക്സി ഭയങ്കരമായിട്ട് ചൂടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1/4 ഭാഗത്തോളം അരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അരച്ച ആ ഒരു അരപ്പിൻ്റെ കൊഴുപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇത് 2 ട്രിപ്പായിട്ട് ഞാൻ ഇതുപോലെ അരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് അതൊന്നും ഇല്ലെങ്കിൽ കുപ്പി ഗ്ലാസ് ആയാലും മതി കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഇതൊക്കെ ഇടുമ്പോൾ തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം തന്നെ പെട്ടെന്ന് മാവ് പൊളിച്ച് പൊങ്ങാൻ തുടങ്ങും കേട്ടോ. ഇത് ചെയ്ത് നമുക്കൊരു 3-4 മണിക്കൂർ മാത്രമേ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം തന്നെ നന്നായി പതഞ്ഞു പൊങ്ങി വരും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് നമ്മുടെ ഈ ഒരു മാവിലേക്ക് മുങ്ങിത്തക്ക വിധത്തിൽ തന്നെ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒന്ന് മുകൾ ഭാഗം പൊങ്ങിക്കിടക്കും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 3-4 മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്നുകൂടി നോക്കാം. ഒരു 4 മണിക്കൂർ ടൈം ആയിട്ടുണ്ട്. ഞാനിതാ ഈ ഒരു മൂടി ഒന്ന് തുറന്നെടുക്കുന്നുണ്ട്. അപ്പം കണ്ടില്ലേ, ഇത് നല്ല പോലെ റിയാക്ട് ചെയ്തിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വേറെ ഒരു ഐറ്റംസും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നമ്മുടെ മൂടിയുടെ പുറത്ത് വരെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു തവി വെച്ചിട്ട് വേണം കേട്ടോ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാൻ. അപ്പോൾ ഈ ഒരു ഇത് പൊങ്ങി വന്നത് കുറച്ച് ഒന്ന് താണു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഈ ഒരു ടൈമിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു ബൗള് കൂടി എടുത്ത് മാറ്റാം. നമ്മൾ ഇത് വെക്കുന്തോറും നന്നായിട്ട് പൊങ്ങി വരും. നമ്മുടെ സോപ്പ് പതിയൊക്കെ പൊങ്ങി വന്നിട്ടില്ല, ആ ഒരു രീതിയിൽ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറും 2 കപ്പ് പച്ചരി കൊണ്ടാണ് ഇത്രത്തോളം മാവ് നമുക്കിവിടെ റെഡിയാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരു 10-40ഓളം പാലപ്പം ചുട്ടെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ അപ്പൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പം ചുട്ടിട്ട് നിങ്ങൾക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഒരിക്കലും ഉണ്ടാക്കിയിട്ട് റെഡിയാത്തവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഈ അപ്പത്തിൻ്റെ ഷേപ്പൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ട് നമ്മൾ അപ്പക്കാരമൊക്കെ ചേർത്തിട്ട് അതുപോലെ നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു അപ്പത്തിൻ്റെ അതേ പെർഫെക്റ്റ് രീതിയിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു മാവൊക്കെ നന്നായിട്ട് ഇതിൽ നിന്ന് ഉണങ്ങി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടും കഴിയും.
നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും അപ്പം ചുട്ടെടുക്കാൻ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, അതുപോലെ വെന്ത് കിട്ടുകയില്ല കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. ഇതുപോലെ തന്നെ മുഴുവൻ അപ്പവും നമുക്ക് ചുട്ടെടുക്കാനായിട്ട് കഴിയും. ഗ്യാസിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു അപ്പം തിന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരില്ല കേട്ടോ. നമുക്ക് ഗ്യാസിൻ്റെ ഒരു ഇതും നമുക്ക് ഇതിലേക്ക് വരില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതുപോലെ മുഴുവൻ അപ്പവും ഞാനിതാ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കും. അപ്പം നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഇഷ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. മുഴുവൻ അപ്പം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കുറേ അപ്പത്തിൻ്റെ റെസിപ്പി മുമ്പ് ഇട്ടിട്ടുണ്ട്. കാറ്ററിംഗ് ആയിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള അപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുകൂടി നോക്കുക. വീട്ടിൽ വെറുതെ ഇരുന്ന് സമയം കളയുന്ന വീട്ടമ്മമാർക്ക് വളരെയേറെ ഉപകാരപ്പെടും കേട്ടോ. ഇതുപോലുള്ള റെസിപ്പീസൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് വരുമാനം നേടാനായിട്ട് കഴിയും. നമ്മൾ യൂട്യൂബിൽ മാത്രമല്ല, നമുക്ക് ഹോട്ടലിലാണെങ്കിലും അതുപോലെ കാറ്ററിങ്ങിലാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പാലപ്പം തന്നെയാണ്. നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ രണ്ടാമതും ട്രൈ ചെയ്തു ഇരിക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന എല്ലാ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.